ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് അത്യാവശ്യം നേരം വെളുത്ത് കേട്ടോ. കോളും കൊണ്ട് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ഈ തണുപ്പത്ത് കിടക്കാൻ ഒരു സുഖമാണല്ലോ. ഭയങ്കര സുഖത്തിൽ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുക. എന്നാൽ പിന്നെ കിടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ പെട്ടെന്നൊന്ന് പുറത്തോട്ട് നോക്കിയപ്പം അധികം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തേൻ്റെ അത്രയും മഞ്ഞില്ല ഈ പ്രാവശ്യം ഭയങ്കര മഞ്ഞ് കുറവായിട്ട് തോന്നുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര മഞ്ഞായിരുന്നു. ആ ഒരു ഭാഗം മാത്രം ക്ലീനായിട്ട് കിടക്കുന്ന ചേട്ടൻ കാറിട്ടിട്ട് അവിടെ മഞ്ഞ് വീഴാതിരിക്കുന്ന കേട്ടോ. അങ്ങനെ ഞാൻ രാവിലെ ഇച്ചിരി ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ദോശമാവ് ഞാൻ കുറച്ച് അധികം അരച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കും. കോളും കൊണ്ടിന് ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ദോശമാവ് തീർന്നു കേട്ടോ. ഇതാണ് നമ്മൾ മറ്റേ ഹീറ്റർ ഓണാക്കി ഇടുന്നത്. ഇത് 20-ലാണ് ഇട്ടേക്കുന്നത്. 20-ൽ ഇട്ടിട്ടും അകത്ത് എനിക്ക് തോന്നുന്നു കുറച്ച് തണുപ്പ് തോന്നുന്നുണ്ട്. 20-ൽ ഇട്ടിട്ടും അധികം കൂട്ടി ഇടാറില്ല. 25-ലൊക്കെ ഇട്ടാൽ ഭയങ്കര ചൂടായിരിക്കും. ഒരു 20-ലൊക്കെ ഇടാറുള്ളൂ. ഇതിൽ കൂടി കേട്ടോ ഹീറ്ററിൻ്റെ ആ ചൂട് വരാറ്. ഇതിൽ നമ്മളിങ്ങനെ കാല് വെക്കുമ്പോൾ നമുക്കിങ്ങനെ ചൂട് നമ്മുടെ കാലയിൽ ശരിക്കും പൊള്ളുന്ന പോലെ തോന്നും. രാവിലെ തന്നെ വന്നിട്ട് അവൻ എഴുന്നേക്കാൻ മടിയായിട്ട് സോഫയിൽ കിടക്കുക. സോഫയിലൊരു കവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അതും ഇതും ഇതിട്ട് നശിപ്പിച്ചിട്ട് ഞാൻ അലക്കാനിട്ടേക്കുക. ഈ സോഫ നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങിയത്. അതായിട്ട് അത്ര വൃത്തിയില്ലാത്തത്, പഴയ സോഫയാണ്. ഇങ്ങനെ നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് അധികം പൈസ കൊടുത്ത് ഇങ്ങനെ ചെറിയ പൈസയ്ക്ക് വാങ്ങും. പിന്നെ എനിക്ക് നമ്മൾ ഈ ഓവന് പുതിയ മേടിച്ചേക്കുന്നതാണ്. ഓവൻ മേടിച്ചൊരു ഉപകാരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അകത്ത് തണുപ്പായത് കാരണം എപ്പോഴും ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ ഒരു തണുപ്പ് ഇങ്ങനെ ഫുഡിനൊക്കെ തോന്നും. അപ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് ചോറ് ചൂടാക്കി കഴിക്കാമല്ലോ. പെട്ടെന്ന് നോക്കിയപ്പോഴയ്യോ സമയം പോയി. 12 മണിക്ക് ചേട്ടായി വരും. കൃത്യം 12 മണിയാകുമ്പോഴത്തേനും ഞാൻ ചോറും കറിയെല്ലാം ചൂടാക്കി ഇവിടെ ഇങ്ങനെ എടുത്തു വെച്ചേക്കാം. അരമണിക്കൂറത്തെ ബ്രേക്കിനായിരിക്കും കേട്ടോ വരിക. വേഗം കഴിച്ചിട്ട് പുള്ളി അപ്പം തന്നെ ഓടിപ്പോവും. പക്ഷേ ഇന്നെന്തോ അവിടെ എന്തോ വെള്ളമില്ലായിരുന്നു. വെള്ളമില്ലാത്തതുകൊണ്ട് വേഗം വന്നു. പിന്നെ പോയില്ല ഉച്ചയ്ക്ക് ശേഷം. ഇവിടെ ക്ലോറിൻ വെള്ളം ആയതുകൊണ്ട് ഞാനിതാ മറ്റേ വൈറ്റ് കാണുന്ന അതിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരിച്ചെടുത്തിട്ട് ഞാൻ ഇതിൽ ഒഴിച്ച് വെക്കും. ക്ലോറിൻ വെള്ളം കുടിക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് അത് കുടിക്കാറില്ല. ഇങ്ങനെ ജഗ്ഗിൻ്റെ അകത്ത് ഒഴിച്ച് വെക്കുക കേട്ടോ ചെയ്യാറ്. ഇടയ്ക്ക് ഞാൻ ഓവൻ്റെ അകത്ത് കയറ്റി വെച്ച് ചൂടാക്കി കുടിക്കും. അതിൻ്റെ ഇടയ്ക്ക് കോളിൻകുട്ടൻ പപ്പേനെ നോക്കി നിൽക്കുന്നതായി കാണുന്നത്. കുറച്ച് നേരം പപ്പേനെ നോക്കി പുറത്തോട്ട് നോക്കിയിരിക്കും. സ്പൈഡർമാനാന്നൊക്കെ പറയുന്നുണ്ട് പുള്ളി. അങ്ങനെ ചേട്ടായി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല. പിന്നെ ചേട്ടായി ഡ്യൂട്ടിക്ക് പോയിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ജോലി ചെയ്യുന്ന അടുത്താണെങ്കിലും ഗ്ലൗസൊക്കെ ഇട്ട് ഫുള്ള് ഇതിലേ വരാൻ പറ്റുള്ളൂ. കാറ് തണുത്ത് മരവിച്ചിരിക്കുകയായിരിക്കും. രാവിലെ 6 മണിക്ക് ഡ്യൂട്ടിക്ക് പോകും. കാറിൻ്റെ ഫ്രണ്ടൊന്നും ശരിക്കും ക്ലീൻ ചെയ്തിട്ടില്ല. അത് ഇങ്ങനെ മരവിച്ച് ഇങ്ങനെ കട്ടയായിട്ട് ഫ്രീസായിട്ട് ഇരിക്കുകയായിരിക്കുള്ളൂ. അത് ഇങ്ങനെ എന്താ പറയുക കുത്തി മാറ്റുന്നതിന് ഭയങ്കര പാടാണ്. ഇപ്പോഴും പുറത്ത് നല്ല മഞ്ഞ് വീഴുന്നുണ്ട്. അപ്പം അത് കളയാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് അധികം കളയാറില്ല. പിന്നെ വൈകുന്നേരം ഞാൻ വിചാരിച്ചു ബ്രെഡും മുട്ടയും വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചീസ് ഉണ്ടെന്ന് വിചാരിച്ചാൽ മെയിനായിട്ട് ഉണ്ടാക്കാനിരുന്നത്. ഫ്രിഡ്ജിൻ്റെ അകത്ത് ചീസ് ഇരിപ്പുണ്ടെന്ന് വിചാരിച്ചാൽ ഉണ്ടാക്കാൻ ഞാൻ തയ്യാറായിരുന്നു. പക്ഷേ ചീസ് ഇട്ടാലേ കോളിൻകുട്ടൻ തിന്നുള്ളേ. പക്ഷേ ചീസ് നോക്കിയപ്പോഴാണ് ചീസ് തീർന്നു. കഴിഞ്ഞ ദിവസം കണ്ട് ഇവർ നൂഡിൽസ് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു ആ ചീസ് ഫുള്ള് കിട്ടുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ തണുപ്പായതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും കഫക്കെട്ടും ചുമയും. എനിക്കൊന്ന് 2 ആഴ്ചയായി ചുമ തുടങ്ങിയിട്ട്. ഇതുവരെ ചുമ മാറിയിട്ടില്ല. കോളിൻകുട്ടന് ഇപ്പോൾ 2ാമത്തെ ട്രിപ്പാണ് മരുന്ന് മേടിച്ചത്. എനിക്കും 2ാമത്തെ ട്രിപ്പാണ്. കോളിൻകുട്ടൻ ഇന്ന് പോയി മേടിച്ചു. പിന്നെ ഇപ്പോൾ ചുണ്ട് ഇങ്ങനെ വരണ്ട് പൊട്ടുന്നുണ്ട്. അങ്ങനെ എന്തോ ഒരു വാസലിനും മേടിച്ചിട്ടുണ്ട്. അവൻ ഈ ചുണ്ട് പൊട്ടിയിട്ട് ചുണ്ട് ഇങ്ങനെ പൊളിച്ചെടുക്കും. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ അതിൻ്റെ മേലെ തേച്ചു. അതിൻ്റെ ഇടയ്ക്ക് കയ്യും പൊള്ളി പണ്ടാരടങ്ങി.